ആദ്യം എല്ലാവരോടും ക്ഷമിക്കുന്നത്. പോയി വന്നതിന് ശേഷം ഫുള്ളും ചുമയും ജലദോഷവും പനിയും എല്ലാം പിടിച്ച് കിടത്തത്തിലാണ്. വോയിസ് രണ്ടാമത് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ വോയിസിന് പ്രശ്നമുണ്ടാവും. ഓക്കെ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ അമ്മ പെട്ടെന്ന് തീരുമാനിച്ച സ്ഥലം ഇടാന്ന് പറയണ്ടേ, ഞാൻ അധികം സർപ്രൈസ് നടന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് നല്ല കോടയിലെ അടിപൊളി സ്ഥലത്താണ്. ഒരു ഗസ് ഇടാൻ പറ്റുമോ? എവിടത്തേക്കാന്നൊക്കെ ഉണ്ടാവും, മഞ്ഞ് കാണുമ്പോൾ എല്ലാം മനസ്സിലാവും എവിടത്തേക്കാന്ന്. ചെറിയൊരു ധാരണ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഗൈസ് മനസ്സിലായില്ല ഗൈസ്, നോക്ക്. ഈ എൻട്രൻസ് കണ്ടിട്ട് മനസ്സിലായില്ല? നമ്മുടെ സ്വന്തം തലക്കാവേരിയിലാണ് ഞാൻ ഉള്ളത് ഗൈസ്. തലക്കാവേരി അടിപൊളി സ്ഥലം കേട്ടോ. കോടയായിട്ട് അപ്പുറത്തിൻ്റെ ആളെ പോലും കാണുന്നുണ്ടായിട്ടില്ല, അത്രക്കും കോടയായിട്ട് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. പിന്നെ ആ ഒരു പ്രശ്നം വന്നത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരും കുടയെടുത്തിട്ടില്ല, കോട്ടെടുത്തിട്ടൊന്നും എടുത്തില്ല, റെയിൻകോട്ടൊന്നും എടുത്തില്ല. അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിന്. അത് മാത്രമേ ഒരു കുഴപ്പമുണ്ടായിട്ടു. ബാക്കി സ്ഥലം നോക്കിയത് കാണുമ്പോൾ അറിയും, അടിപൊളി സ്ഥലമാണ്. നമ്മൾ പോയ ദിവസം അടിപൊളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡാൻസിനും കളിച്ചു, അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ അത് മാത്രമല്ല വേറെ ഡാൻസിനും കളിച്ചിന്, പക്ഷേ ഇതത്ര ശരിയായിട്ടില്ല. ഞാൻ എന്തിനോ വീട്ടിൽ കളിക്കുന്നത്. പക്ഷേ മഴയായതുകൊണ്ട് കാണുന്ന മറ്റേ സ്പേസിൽ നിന്ന് കളിക്കാൻ പറ്റിയില്ല. അത് നല്ല വിഷമമുണ്ടായിന്. നമ്മ മഴ മാറുമെന്ന് ചോദിച്ച് തന്നിട്ട് മഴ മാറിയിട്ടേ ഇല്ല. അങ്ങനെ ഈ ഒരു ഡാൻസും കൂടിയും സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷേ റീലൊന്നും ഇട്ടിട്ടില്ല, അത് ഞാൻ വഴിയേ ഇടുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി ക്ലൈമറ്റാണ്, പോകുന്നവർക്കെല്ലാം പോവാം. അടിപൊളി സ്ഥലമാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കണ്ടോ, ഞാൻ എന്തെല്ലോ മണ്ടത്തരം കളിക്കുന്നുണ്ട്. അതൊക്കെ വിട്ടേ. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഡാൻസ് വെച്ചത് ആർക്കും ബുദ്ധിമുട്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ബൈ ഗൈസ്. ഇനി